കൂട്ടുകാരെ, ഇന്ന് നമ്മൾ RRB NTPC സെക്കൻഡ് സ്റ്റേജ് CBTയുടെ ഒരു പ്രീവിയസ് പേപ്പർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട്. അതിൽ കുറേ വർഷങ്ങളും ഈ വർഷങ്ങളിൽ നടന്ന 5 ടൈപ്പ് വെഹിക്കിൾസിൻ്റെ സെയിൽ എത്രയാണെന്ന് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഓഫ് ടൈപ്പ് 1 വെഹിക്കിൾസ് ഇൻ 2004 over 2003 ഈസ് എക്സ്പെക്റ്റഡ് ഇൻ 2005. അതായത് ടൈപ്പ് 1 വെഹിക്കിൾസ് 2003 നിന്ന് 4ലേക്ക് വന്നപ്പോൾ ഉണ്ടായ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണോ അത്രയും തന്നെ 2005 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ടൈപ്പ് 1 വെഹിക്കിൾസ് വിൽ ബി സോൾഡ് 2005. അങ്ങനെയാണെങ്കിൽ 2005 എത്ര വെഹിക്കിൾസ് സെയിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യാനായിട്ട് പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാമെന്ന് പോകണ്ട കേട്ടോ. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് 3 to 4 പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണോ അത്രയും തന്നെ 5 എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന്. അതായത് 3 to 4 എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും 4 to 5. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് 2003 സെയിലിനെ 2004 സെയിൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. സെയിം റേഷ്യോ ആയിരിക്കും 2004 സെയിൽ ഡിവൈഡഡ് ബൈ 2005. ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. 2003 എത്രയായിരുന്നു സെയിൽ ടൈപ്പ് 1ൻ്റെ 81. അപ്പോൾ 81. 2004 എത്രയായിരുന്നു 107 ഈക്വൽ ടു 2004 107. 2005 എത്രയാണെന്ന് അറിയത്തില്ല, അതിന് എക്സ് കിട്ടും. ഇനി എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും 107 അങ്ങോട്ട് വിടുക. അപ്പോൾ 107 ഇൻറ്റു 107 ബൈ 81. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. 107 ഇൻറ്റു 107 എത്ര കിട്ടും 114 ഡിവൈഡ് ബൈ 81. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. 114 81 ഒരു തവണ പോവും. 81 3 84 84 30 114. ഇനി 334 81 എത്ര തവണ പോവും. 81 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 324 വരും. 324 10 334. അപ്പോൾ 81 334 4 തവണ. ഇനി 109 81 എത്ര തവണ പോവും, ഒരു തവണ പോവും. അപ്പോൾ 141 പോയിൻറ്റ് സംതിങ് വരും നമ്മുടെ ആൻസർ. ഓപ്ഷൻസ് നോക്കി, ഒരു 141 കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ടേബിൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻ 2003 ഓർ ദ പ്രീവിയസ് ഇയർ വാസ് മാക്സിമം ഫോർ വിച്ച് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്. അതായത് 2002 സെയിൽ 2003 സെയിൽ ഇവിടെ വന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ഏത് ടൈപ്പ് വെഹിക്കിൾസിലായിരുന്നു കൂടുതലെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് പേഴ്സണൽ ഇൻക്രീസ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫ്രാക്ഷൻ എഴുതിയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഏതാ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ ഈ പേഴ്സണൽ ഇൻക്രീസ് കണ്ടുപിടിക്കുന്നത്? പേഴ്സണൽ ഇൻക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇൻക്രീസ് എത്രയായിരുന്നു അത് എഴുതും. ഡിവൈഡഡ് ബൈ ഇനീഷ്യലി എത്രയുണ്ടായിരുന്നു അത് എഴുതും. എന്നിട്ട് ഇൻറ്റു 100 ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഓരോ ടൈപ്പിൻ്റെയും പേഴ്സണൽ ഇൻക്രീസ് കണ്ടുപിടിക്കാൻ നേരത്ത് മേൾ ഇൻക്രീസും താഴെ ഇനീഷ്യൽ വാല്യൂ എഴുതി ഇൻറ്റു 100 ചെയ്യും. അങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പിൻ്റെയും ഈ ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഈ റേഷ്യോ എടുക്കും. എന്നിട്ട് എല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം ടൈപ്പ് 1ൻ്റെ 2002 to 2003 പെർസെൻറ്റേജ് ഇൻക്രീസിൻ്റെ റേഷ്യോ എഴുതാം. ഇവിടെ ഇൻക്രീസ് എത്രയാണ് 72 ആയിരുന്നു, അത് 81 72 81 ആവാനായിട്ട് ഒരു 50 കൂട്ടിയാൽ പോരെ. ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ എത്രയുണ്ടായിരുന്നു 72. അപ്പോൾ ടൈപ്പ് 1ൻ്റെ റേഷ്യോ കിട്ടി. ഇനി ടൈപ്പ് 2ൻ്റെ റേഷ്യോ എടുക്കാം. ആദ്യം 79 ആയിരുന്നു, ഇപ്പോൾ 93 79 4 83 83 10 93 ഡിവൈഡ് ബൈ ഇനീഷ്യൽ എത്രയുണ്ടായിരുന്നു 79. ടൈപ്പ് 3യുടെയോ 248 280 248 2 250 250 30 280 ബൈ ഇനീഷ്യലി 248. ഇനി ടൈപ്പ് 4 210 ആയിരുന്നു, 241 എത്രയാണ് കൂടിയത് 31 കൂടി. 31 ബൈ 210. ഇനി ടൈപ്പ് 5ൻ്റെയോ 404 411 അപ്പോൾ എത്ര കൂടിയത് 7 കൂടി. ഇനീഷ്യൽ എത്രയുണ്ടായിരുന്നു 404. ഓക്കെ, ഇപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ റേഷ്യോ കിട്ടി. ഇന്നത്തെ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താ, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കിയിട്ട്. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യാം ന്യൂമറേറ്റർ സെയിം ആക്കാം. കാരണം ഇവിടെ ന്യൂമറേറ്റർ എല്ലാം ചെറുതാണ്, അത് താഴത്തേക്ക് വെട്ടിക്കഴിഞ്ഞാൽ അത് 1 ആയിക്കോളും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും താഴത്തേക്ക് വെട്ടാം. 9 താഴത്തേക്ക് വെട്ടിക്കഴിഞ്ഞാൽ 9 8 72. അപ്പോൾ ആദ്യത്തെ 1/8 എന്ന് കിട്ടി. ഇനി 14 താഴത്തേക്ക് വെട്ടിയാലോ 14 6 84 14 5 70. അപ്പോൾ ഇവിടെ 1/5 പോയിൻറ്റ് സംതിങ് എന്നായിരിക്കും. ഇനി മൂന്നാമത്തെയോ 32 താഴത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ 32 ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 256 വരും. ഇത് വലുതല്ലേ, അപ്പോൾ 8 വരത്തില്ല 7 ആയിരിക്കും. അപ്പോൾ താഴെ ഇത് 7 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. ഇനി 31 താഴത്തേക്ക് കിട്ടിയാലോ 31 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ 217. ഇത് അതിലും കുറവല്ലേ. അപ്പോൾ ഇവിടെ 1/6 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരുന്നത്. ഇവിടെയോ 7/404. അത് കിട്ടിക്കഴിഞ്ഞാൽ
7 5 35 5. ഇനി 7 8 56 7 1/57 പോയിന്റ് സംതിങ് വരും. ഓക്കെ, ഇനി ഈ കിട്ടിയേക്കുന്ന ഈ ഫ്രാക്ഷൻസിൽ ഏതാ ഏറ്റവും വലുതെന്ന് ചോദിച്ചേക്കുന്നത്. നമ്മളിവിടെ ന്യൂമറേറ്റർ അല്ലേ സെയിം ആക്കിയത്. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ഏതാണോ ഏറ്റവും ചെറുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അപ്പോൾ നോക്കി, ഇവിടെ 1/8, ഇവിടെ 1/5 പോയിൻറ്റ്, ഇവിടെ 1/7 പോയിൻറ്റ്, ഇവിടെ 1/6 പോയിൻറ്റ്, ഇവിടെ 1/57 പോയിൻറ്റ്. ഏറ്റവും ചെറുത് ഏതാ? 5 പോയിൻ്റ് അല്ലേ. അപ്പോൾ സെക്കൻഡ് വൺ ടൈപ്പ് 2 ആയിരിക്കും നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി. ക്ലിയർ ആയി നമ്മൾ എന്താ ചെയ്തതെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. In which of the following years was the sales of type 2 vehicles approximately 25% of type 5 vehicles? അതായത് ഏത് വർഷമാണ് ടൈപ്പ് 2 വെഹിക്കിൾസ് എന്ന് പറയുന്നത് ടൈപ്പ് 5-ൻ്റെ 25%. 25% തന്നെ ഭാഗം, അതായത് 1/4. അപ്പോൾ ടൈപ്പ് 5/4 ചെയ്യുമ്പോൾ ടൈപ്പ് 2 കിട്ടും. അങ്ങനെ ഏത് വർഷമുള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിലെളുപ്പം ഗുണിച്ച് നോക്കുന്നല്ലേ. അപ്പോൾ 4 ഇങ്ങോട്ട് വിടാം. അപ്പോൾ ടൈപ്പ് 2 × 4 ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് 5 കിട്ടണം. അങ്ങനെ ഏത് വർഷമുള്ളതെന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻസിൽ ഇവിടെ ഉള്ളതിൽ 2001 ഇല്ല. അപ്പോൾ ഇത് നോക്കണ്ട, ബാക്കിയുള്ള നോക്കിയാൽ മതി. ടൈപ്പ് 2 ഇവിടെ ഫസ്റ്റ് നോക്കി, 64 × 4 എത്ര കിട്ടും? 250 16 256. അതിവിടെ ഉണ്ടോ? ഇല്ല. ഇനി ഇത് 79 × 4 ചെയ്ത് കഴിഞ്ഞാൽ 280 36 316. 316 ആണോ? അല്ല. അപ്പോൾ ഇതുമല്ല. ഇനി ഇവിടെ 93 × 4 ചെയ്ത് കഴിഞ്ഞാൽ 360 12 372. അതാണോ? അല്ല. ഇനി 112 × 4 ചെയ്ത് കഴിഞ്ഞാൽ 448. ഇവിടെ 442 ഉണ്ട്. നിയർലി ഇത് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയല്ലേ 2004 ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The number of type 1 vehicles sold in 2003 was approximately what percentage of total number of vehicles sold in 2002? അതായത് 2003 ടൈപ്പ് 1 എന്ന് പറയുന്നത് 2002 ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? അപ്പോൾ നോക്കിയേ, 2003 ടൈപ്പ് 1 എത്രയാണ്? 2003 ടൈപ്പ് 1 81. ഇനി 2002 ടോട്ടൽ 2002 എവിടെയാണ്? ഉണ്ട് ഇവിടെ. ഇതിൻ്റെ സം എടുക്കണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ. അപ്പോൾ അത് വലുതുകളെല്ലാം നമുക്ക് കൂട്ടാം. ഇവിടെ 240 210 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 450. 450 400 കൂട്ടിക്കഴിഞ്ഞാൽ 850. ഇനി ചെറുതുകളെല്ലാം കൂടെ കൂട്ടും. 72 73 കൂട്ടിക്കഴിഞ്ഞാൽ 150 151. 151 8 159. 159 4 163. 3 1 10 1013. അപ്പോൾ 81 / 1013 × 100. ഇത് ആൻസറായി. അപ്പോൾ 100 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 8100 / 1013. ഈ 1013 × 8 ചെയ്ത് കഴിഞ്ഞാൽ 8 13 8 104. അപ്പോൾ 8 104 എന്ന് കിട്ടും 8 ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ആൻസർ 8-നേക്കാളും ചെറുതായിരിക്കും. ഓപ്ഷൻസിൽ 8-നേക്കാളും ചെറുതില്ല, 8 ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സഫിഷ്യൻറ്റ് ടു ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനൊപ്പം 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കണം, അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കി. ഗൗതം റാങ്ക്സ് 18th ഇൻ ദ ക്ലാസ്. ഗൗതം ഒരു ക്ലാസ്സിൽ 18ാമത്തെ റാങ്കുകാരനാണ്. വാട്ട് ഈസ് ഹിസ് റാങ്ക് ഫ്രം ദ ലാസ്റ്റ്? അങ്ങനെ ലാസ്റ്റ് എന്ന് പിള്ളേരുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദെയർ ആർ 47 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ മൊത്തം 47 പേരുണ്ട്. അപ്പോൾ നോക്കി, ക്ലാസ്സിൽ മൊത്തം 47 പേര്. അതിനകത്ത് മേളിൽ നിന്ന് 18ാമതാണ് നമ്മുടെ ഗൗതം. ലാസ്റ്റിൻ്റെ റാങ്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ആദ്യത്തെ 18 പേര് കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? 47 18 കുറയ്ക്കുക. 47 10 പോയാൽ 37. 37 8 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 29. അപ്പോൾ ഈ 18 പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ മൊത്തം 29 പേരുണ്ട്. അപ്പോൾ ഇനി താഴെ നിന്നുള്ള റാങ്ക് നോക്കിയാലോ. ഇവിടം വരെ 29 പേര്. തൊട്ടപ്പുറമല്ല ഗൗതം കിടക്കുന്നത്. 29 1 30. അപ്പോൾ താഴെ നിന്ന് 30ാമതാണ് ഗൗതമിൻ്റെ റാങ്ക്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാലോ. നോക്കി, ജഗൻ ഹു റാങ്ക്സ് 10th ഇൻ ദ സെയിം ക്ലാസ് റാങ്ക്സ് 38 ഫ്രം ദ ലാസ്റ്റ്. അതായത് ക്ലാസ്സിലൊരു ജഗനുണ്ട്. ജഗൻ മേളിൽ നിന്ന് 10ാമത്തെ റാങ്കും താഴെ നിന്ന് 38ാമത്തെ റാങ്കും. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. നോക്കി, ഇപ്പോൾ ഇവിടെ മേളിൽ നിന്ന് 10ാമത്തെ റാങ്കാണ് ജഗൻ, താഴെ നിന്നോ 38ാമത്തെ റാങ്ക്. അപ്പോൾ നോക്കി, ഇവിടെ തൊട്ട് ഇവിടം വരെ 10 പേരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ജഗൻ്റെ മേളിലപ്പോൾ എത്ര പേരുണ്ട്? 9 പേര്. ഇനി ഇവിടെ തൊട്ട് ഇവിടം വരെ 38 പേര്. അപ്പോൾ ഇവിടെ ജഗനാണെങ്കിൽ അവൻ്റെ താഴെ എത്ര പേരുണ്ട്? 37 പേര്. അപ്പോൾ ടോട്ടൽ എത്ര പേരായി? ഇവിടെ 9 പേര്, ഇവിടെ 37 പേര്, നടുക്ക് ജഗൻ. അപ്പോൾ 37 9 1 10 37 10 47 പേരുണ്ട് ടോട്ടൽ. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് കിട്ടി. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ആയില്ലേ. അപ്പോൾ ടോട്ടൽ ആളെ എത്ര പേരുണ്ടെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഗൗതം താഴെ നിന്ന് എത്ര റാങ്ക് എന്ന് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ നോക്കി,
ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ച് നമുക്ക് ആൻസർ കിട്ടി, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ച് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? എയ്തർ 1 or 2 is sufficient. അതായത് ഒന്നുകിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റോ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ ആലോ? അടുത്ത ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഗിവൺ ഇംഗ്ലീഷ് വേർഡ്സ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ആൻഡ് ചൂസ് ദ വൺ ദാറ്റ് കംസ് ഫസ്റ്റ്. ഓക്കെ, ഇത് അറേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് വൺ ഏതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഫസ്റ്റ് എ ആണ്, സെക്കൻഡ് സി, തേർഡ് വ്യത്യാസമുണ്ട്. തേർഡിൽ ഇവിടെ ടി ഉണ്ട്, ഇവിടെ അടുത്ത് സി, ഇവിടെ അടുത്ത് എച്ച്. അപ്പോൾ ഇതുമായിരിക്കും ഫസ്റ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ലെറ്റർ നോക്കി, രണ്ടാമത്തെ സി, മൂന്നാമത്തെ സി, നാലാമത്തെയോ ഇവിടെ ഒയും ഇവിടെ യു ആണ്. അപ്പോൾ ഒ അല്ല ആദ്യം വരുന്നത്, അപ്പോൾ അക്കൗണ്ടാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഓതറൈസ് ടു ട്രാൻസ്ഫർ ദ ജഡ്ജ് ഓഫ് വൺ ഹൈക്കോർട്ട് ടു അനദർ. അതായത് നമ്മുടെ ഹൈക്കോർട്ടിലെ ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളതെന്ന്. അത് ആർക്കാണെന്നറിയാമോ? പ്രസിഡന്റിനാണ്. ഇത് ഓർക്കുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ, ഈ ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റ് തന്നെ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, യുണിറ്റാർ സ്റ്റാൻഡ്സ് ഫോർ. യുണിറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ ആളുകൾക്കും അതുപോലെ ഓർഗനൈസേഷൻസിനും വേണ്ടിയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കോഴ്സുകളായിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയിലാണ്. അതെവിടെയാണ്? സ്വിറ്റ്സർലാൻഡിൽ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രൂട്ട്സ് പ്രിസർവ്ഡ് ഇൻ കോൾഡ് സ്റ്റോറേജ് ലാസ്റ്റ് ലോങ്ങർ ബിക്കോസ്. അതായത് തണുപ്പത്ത് കൊണ്ട് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് കുറേ നാൾ ഫ്രഷ് ആയിട്ടിരിക്കും. കാരണം എന്താണ്? അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഈ ഫ്രൂട്ട്സിനകത്ത് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ഫ്രൂട്ട്സിനകത്ത് ഗ്ലൂക്കോസ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, പിന്നെ കുറച്ച് എനർജി, ഇത്രയും സാധനമായിട്ട് മാറും. അപ്പോൾ ഈ പ്രോസസ്സിലുണ്ടായ ഈ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്രൂട്ട്സിനകത്തുള്ള കംപ്ലീറ്റ് മെറ്റാബോളിസം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടായിട്ടിരിക്കണമെങ്കിൽ അതിനകത്ത് ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഫ്രൂട്ട് ചെടിയിലുള്ളപ്പോൾ ഈ പ്രോസസ്സിന് ആവശ്യമായ ഗ്ലൂക്കോസ് എല്ലാം നമ്മുടെ ചെടിയിൽ നിന്ന് കിട്ടിക്കോളും. പക്ഷേ ഫ്രൂട്ട് പറിച്ചു കഴിഞ്ഞാലോ ചെടിയിൽ നിന്ന് ഇനി ഗ്ലൂക്കോസ് കിട്ടത്തില്ല. ഓൾറെഡി ഫ്രൂട്ട് എന്തോ ഒരു ഗ്ലൂക്കോസ് മേടിച്ച് അതിനകത്ത് വെച്ചിട്ടുണ്ടോ ആ ഗ്ലൂക്കോസ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി പ്രോസസ്സ് നടക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്രൂട്ടിനകത്തുള്ള ഈ ഗ്ലൂക്കോസ് തീരുന്നതുവരെ ഈ പ്രോസസ്സ് നടക്കും. തീർന്നു കഴിയുമ്പോൾ ഈ പ്രോസസ്സ് നിൽക്കും. പിന്നെ ഫ്രൂട്ട് പയ്യെ കേടാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫ്രൂട്ട് ഒരുപാട് നേരം ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ സ്ലോ ആക്കും. അപ്പോൾ സ്ലോ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് പതുക്കെ തീരത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ്, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓക്സിജൻ്റെ അളവ്, അത് കുറച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് സ്ലോ ആവും. പിന്നെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഈ റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ് സ്ലോ ആവും. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ, ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കുറയ്ക്കുന്ന വഴി എന്ത് സംഭവിക്കും? റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ് സ്ലോ ആവും. അപ്പോൾ കൂടുതൽ നേരം ഈ പ്രോസസ്സ് നടക്കും. നമ്മുടെ ഫ്രൂട്ട് കൂടുതൽ നേരം ഫ്രഷ് ആയിട്ടിരിക്കും. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നോക്കി, എക്സ്പോഷർ ടു ഹ്യൂമിഡിറ്റി ഈസ് ഇൻക്രീസ്ഡ്, ഇതല്ല. ഫ്രൂട്ട്സ് ആർ സ്റ്റോർഡ് ഇൻ ഡാർക്ക് പ്ലേസ്, ഇതല്ല. ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഓഫ് ഫ്രൂട്ട്സ് ഇസ് ഡിക്രീസ്ഡ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് കൺഫേർഡ് ദ 2015 സാഞ്ചുറി ലെജൻഡ് അവാർഡ്. 2015 സാഞ്ചുറി ലെജൻഡ് അവാർഡ് ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചേക്കുന്നത്. സാഞ്ചുറി എന്ന് പറഞ്ഞിട്ടൊരു വൈൽഡ് ലൈഫ് മാഗസിനുണ്ട്. ഇവർ എല്ലാ വർഷവും വൈൽഡ് ലൈഫ് അവാർഡ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ 2015 സാഞ്ചുറി ലെജൻഡ് അവാർഡ് കൊടുത്തത് അശോക് കുമാറിനാണ്. ഇദ്ദേഹം ഒരുപാട് വൈൽഡ് ലൈഫ് ക്രൈംസിനെതിരെ പ്രവർത്തിച്ച ഒരാളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദ ലെറ്റേഴ്സ് ഓഫ് AKBL വി ഗെറ്റ് ദ ക്യാപിറ്റൽ ഓഫ്. AKBL അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ഏതൊരു കൺട്രിയുടെ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം, ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാബൂൾ എന്ന് കിട്ടും. കാബൂൾ എന്ന് പറയുന്നത് അഫ്ഗാൻ്റെ ക്യാപിറ്റലാണ്. ഓക്കെ, ഇനി ബഹ്റിൻ്റെ ക്യാപിറ്റൽ ഏതാ? മനാമ. അൾജീരിയയുടെ ക്യാപിറ്റൽ അൽജിയേഴ്സ്. ചൈനയുടെ ക്യാപിറ്റൽ ബീജിംഗ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In 2015, a semi-luxury train covering Jaisalmer, Jodhpur and Jaipur was launched by IRCTC. What is the name of this train? 2015 ജയ്സാൽമീർ, ജോധ്പൂർ, ജയ്പൂർ ഈ 3 സിറ്റി കണക്ട് ചെയ്യുന്ന ഒരു സെമി ലക്ഷറി ട്രെയിൻ ലോഞ്ച് ചെയ്തായിരുന്നു. അതിൻ്റെ പേരാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡെസർട്ട് ക്വീൻ, ഇത് രാജസ്ഥാനിലുള്ള ട്രെയിനാണ്, പക്ഷേ ആൻസർ ഇതല്ല. ഡെസേർട്ട് സർക്യൂട്ട്, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി രാജസ്ഥാൻ ദർശൻ, ഇങ്ങനെ ട്രെയിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഭാരത് ദർശൻ എന്ന് പറഞ്ഞിട്ട് ട്രെയിനുണ്ട്. ഇനി രാജസ്ഥാൻ ക്വീൻ, ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഫെയറി ക്വീൻ എന്നൊരു ട്രെയിനുണ്ട്, ഇന്ത്യയിലുണ്ട്. പിന്നെ റോയൽ രാജസ്ഥാൻ എന്നൊരു ട്രെയിനുണ്ട്, അതും ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
ഫൈൻഡ് ദ HCF ഓഫ് 3341 ആൻഡ് 3328. ഈ രണ്ട് നമ്പറിൻ്റെ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കോ. അപ്പോൾ ഇത് വലിയ നമ്പറുകളായതുകൊണ്ട് നമ്മൾ ഡിവിഷൻ മെത്തേഡ് വെച്ചാൽ ചെയ്യുന്നത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ വലിയ നമ്പർ നമ്മൾ ഈ ചെറിയ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 3341 ഡിവൈഡഡ് ബൈ 3328. ഒരു തവണ പോവും. 3328 കുറച്ച് 28 3 31 31 10 41. ഇനി നമ്മൾ ഇവിടെ ഈ നമ്പർ എഴുതും 3328. ഇനി ഡിവൈഡ് ചെയ്ത് 13 3 39. അപ്പോൾ 13 2 26 26 7 31. രണ്ട് താഴത്തേക്ക് ഇറക്കുക. 13 6 എന്ന് പറഞ്ഞാൽ 78. അപ്പോൾ 13 5 65 65 7 72. ഇനി 8 താഴത്തേക്ക് ഇറക്കുക. 13 6 78. അപ്പോൾ കറക്റ്റ് ഡിവൈഡ് ആയി പോയില്ലേ? ഇങ്ങനെ ഡിവൈഡ് ആയി പോകുമ്പോൾ ലാസ്റ്റ് വരുന്ന ഈ നമ്പറായിരിക്കും നമ്മുടെ HCF. അപ്പോൾ നമ്മുടെ HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. Hema takes a total of 9 hours 55 minutes to walk a certain distance and then cycling back to the same place where she had started. അതായത് ഒരിടത്തേക്ക് അങ്ങോട്ട് നടന്നു പോയിട്ട് തിരിച്ച് സൈക്കിളിൽ വരാൻ 9 മണിക്കൂറും 55 മിനിറ്റ് എടുത്തു. ഷീ കുഡ് വാക്ക് ബോത്ത് വേസ് ഇൻ 12 hours 30 minutes. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് 12 മണിക്കൂറും 30 മിനിറ്റും എടുക്കും. ടൈം ഷീ വിൽ ടേക്ക് ടു സൈക്കിൾ ബോത്ത് വേസ്. അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിൽ പോകാൻ എന്തോരം സമയം എടുക്കുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ 12 മണിക്കൂറും 30 മിനിറ്റുമാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ നടക്കാനുള്ള സമയം കിട്ടത്തില്ലേ? പകുതി എന്ന് പറയുന്നത് 6 hours 15 minutes. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിലും നടക്കുകയും ചെയ്യാൻ 9 hours 55 minutes. അപ്പോൾ വാക്കിങ് പ്ലസ് സൈക്ലിങ് എത്രയാണ്? 9 hours 55 minutes. ഇനി ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ സൈക്ലിങ്ങിൻ്റെ സമയം കിട്ടത്തില്ലേ? 9 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 3 hours. 55 നിന്ന് 10 പോയാൽ 45, 45 പോയാൽ 40. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് സൈക്കിളിൽ പോകാൻ ഇത്രയും സമയം. അതിൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിൽ പോകാൻ സമയം കിട്ടത്തില്ലേ? ഇതിൻ്റെ ഇരട്ടി എടുത്ത് അപ്പോൾ 6 hours. 40ൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 80 minutes. 80 നിന്ന് ഒരു 60 minutes 1 hour അല്ലേ? അത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 7 hours. 60 പോയി കഴിഞ്ഞാൽ പിന്നെ 20 minutes. അപ്പോൾ 7 hours 20 minutes നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഫുഡ് ചെയിൻ, വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി കൺസ്യൂമേഴ്സ് ആൻഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്? ഒരു ഫുഡ് ചെയിനിൽ പ്രൈമറി കൺസ്യൂമേഴ്സും സെക്കൻഡറി കൺസ്യൂമേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാസിൽ നിന്നാണ്. ഗ്രാസിനെ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഈ ഗ്രാസിനെ കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത്. ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നവരെയാണ് നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഓപ്ഷൻസ് നോക്കി. പ്രൈമറി കൺസ്യൂമേഴ്സ് ഈറ്റ് പ്ലാന്റ്സ് ആൻഡ് അതർ കൺസ്യൂമേഴ്സ്. തെറ്റാണ്. കാരണം പ്രൈമറി കൺസ്യൂമേഴ്സ് പ്ലാന്റ്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സ് ഈറ്റ് പ്ലാന്റ്സ് ആൻഡ് ഡീകമ്പോസ്ഡ് മാറ്റർ. ഇത് തെറ്റാണ്. ഇനി കാരണം എന്താ? പ്രൈമറി കൺസ്യൂമേഴ്സ് പ്ലാന്റ്സിന് മാത്രമേ കഴിക്കത്തുള്ളൂ. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സ് ഈറ്റ് അതർ കൺസ്യൂമേഴ്സ്. ഇത് തെറ്റാണ്. പ്രൈമറി കൺസ്യൂമർ ഈ ഗ്രാസിനെ മാത്രമേ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ മാത്രമേ പ്രൈമറി കൺസ്യൂമർ കഴിക്കത്തുള്ളൂ. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സ് ഈറ്റ് ഓൺലി പ്ലാന്റ്സ്. ശരിയാണ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഈറ്റ് പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ അല്ല? അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജെ തോംസൺ. അപ്പോൾ ഇതിനൊരു കോഡുണ്ട്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, RTC. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുത്തർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്ക്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലിസ്റ്റ് ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഷെഡ്യൂളിലാണ് സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് ഉള്ളതെന്ന്. ഇത് ബേസിക് ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഷെഡ്യൂളാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡിവൈസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഫ്രം വോൾട്ടേജ് സ്പൈക്സ്? അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് വോൾട്ടേജ് കയറി വരത്തില്ലേ? അത് ഇപ്പോൾ ലൈൻ കമ്പിൾ നമുക്ക് കൂട്ടിമുട്ടുക, അതുപോലെ ഇടി വെട്ടുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വോൾട്ടേജ് കയറി വരും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ സർജ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടി വിയിലൊക്കെ വെക്കുന്ന സ്റ്റെബിലൈസർ അല്ലേ? സ്റ്റെബിലൈസർ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ വോൾട്ടേജ് ഹൈ വരുവാണെങ്കിൽ ഒന്നുകിൽ അതിനെ കുറയ്ക്കും, അല്ലെങ്കിൽ കറണ്ട് കട്ടാക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ മെഷേഴ്സ് 9 degree. ഹൗ മെനി സൈഡ്സ് ഡസ് എ പോളിഗൺ ഹാവ്? അതായത് ഒരു റെഗുലർ പോളിഗൺ ഉണ്ട്, അതിൻ്റെ ഓരോ എക്സ്റ്റീരിയർ ആംഗിളും 9 degree ആണ്. അതിന് എത്ര സൈഡ് ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഏത് റെഗുലർ പോളിഗൺ എടുത്താലും അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 degree ആയിരിക്കും. അപ്പോൾ നോക്കി, ടോട്ടൽ 360 degree. ഒരു ആംഗിൾ 9. അപ്പോൾ എത്ര ആംഗിൾ ഉണ്ടായിരിക്കും? 360നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര ഇടും? 40. അപ്പോൾ നോക്കി, 40 ആംഗിളുണ്ട്. അപ്പോൾ 40 ആംഗിൾ ഉണ്ടെങ്കിൽ 40 സൈഡും ഉണ്ടാകത്തില്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ.
Vishnu traveled equal distances at speeds of 10 km/h, 30 km/h and 8 km/h and took a total time of 15.5 minutes to complete. അതായത് വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു 10 km/h, 30 km/h, 8 km/h. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 15.5 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ നോക്കി, ഇയാൾ ട്രാവൽ ചെയ്ത ആ ഈക്വൽ ഡിസ്റ്റൻസ് എക്സ് കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ എക്സ് കിലോമീറ്റർ അയാൾ 10 km/h, രണ്ടാമത്തെ എക്സ് കിലോമീറ്റർ അയാൾ 30 km/h, മൂന്നാമത്തെ എക്സ് കിലോമീറ്റർ അയാൾ 8 km/h പോയെന്ന് വിചാരിക്കുക. ഇപ്പോൾ നോക്കി, ഇത് ആദ്യത്തെ ടൈം, രണ്ടാമത്തെ ടൈം, മൂന്നാമത്തെ ടൈം എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ ടൈം കിട്ടത്തില്ലേ? അത് എത്രയാണ്? 15.5 മിനിറ്റ്. 15.5 മിനിറ്റ്. നമ്മൾ എടുത്ത ഈ ഡിസ്റ്റൻസ് കിലോമീറ്റർ, സ്പീഡ് km/h. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് അവറിലേക്ക് ആക്കണ്ടേ? അത് ഡിസ്റ്റൻസ് എല്ലാം കിലോമീറ്ററിൽ, സ്പീഡെല്ലാം km/h, അപ്പോൾ ടൈം എല്ലാം അവറിൽ വേണം. അപ്പോൾ ഈ മിനിറ്റ് നമ്മൾ അവർ ആക്കണം. അവർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 60 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ നോക്കി, അപ്പോൾ ആദ്യം ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടുക. 30ഉം 10ഉം 40x/300. ഇതും പോയി, പ്ലസ് x/8. ഇനി 4x/30 പ്ലസ് x/8. ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 32x, ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 30x. കൂട്ടിക്കഴിഞ്ഞാൽ 62x/30 × 8 ഈക്വൽ ടു 15.5/60. ഈ 15.5 ഇല്ലേ, 15.5 × 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 31 എന്ന് കിട്ടും. വീണ്ടും × 2 ചെയ്ത് കഴിഞ്ഞാൽ 62 ആവും അല്ലേ? അപ്പോൾ ഇത് അങ്ങോട്ട് വിട്ടിക്കഴിഞ്ഞാൽ 4 എന്ന് വരും. ഇനി ഈ 30 അങ്ങോട്ട് വിട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് വരും. ഈ 2 ഇങ്ങോട്ട് വിട്ടിക്കഴിഞ്ഞാൽ 4 എന്ന് വരും. ഈ 4 കിട്ടും. അപ്പോൾ x = 1 എന്ന് കിട്ടും. അതായത് 1 കിലോമീറ്റർ. അതായത് ആ ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ്. അപ്പോൾ ഇയാൾ 3 തവണ ആ ഈക്വൽ ഡിസ്റ്റൻസ് വെച്ച് ട്രാവൽ ചെയ്തില്ലേ? ഒരു എക്സ്, പിന്നെ എക്സ്, പിന്നെ എക്സ്. അപ്പോൾ 3 തവണ 1 എടുത്തു കഴിഞ്ഞാൽ 3 കിലോമീറ്റർ എന്ന് കിട്ടും. 3 കിലോമീറ്ററാണ് നമ്മുടെ ആൻസർ. കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. അഭിനവ് ഭാരത് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ് വാസ് ഓർഗനൈസ്ഡ് ബൈ. അഭിനവ് ഭാരത് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ് ഓർഗനൈസ് ആരാന്ന് വെച്ചേക്കുന്നത്? ഇത് 1904 VD സവർക്കറാണ് ഓർഗനൈസ് ചെയ്തത്. ഇതൊരു സീക്രട്ട് ആംഡ് റെവല്യൂഷൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ കിരൺ സോൾഡ് ബസ് ഫോർ ₹18,700 അറ്റ് എ ലോസ് ഓഫ് 15%. അതായത് കിരൺ എന്ന് പറയുന്ന ഒരാൾ 15% നഷ്ടത്തിന് ഒരു ബസ് വിറ്റു 18,700 രൂപയ്ക്ക്. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ദ ബസ് ബി സോൾഡ് ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 15%? 15% ലാഭം കിട്ടണമായിരുന്നെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, കോസ്റ്റിനേക്കാളും 15% താഴെയാണ് പുള്ളി വിറ്റത്. അതായത് കോസ്റ്റിൻ്റെ 85%-നാണ് പുള്ളി ബസ് വിറ്റത്. എത്ര രൂപയ്ക്ക്? 18,700. അപ്പോൾ കോസ്റ്റ് കിട്ടാൻ വേണ്ടി ഇത് ഡിവൈഡഡ് ബൈ 85% ചെയ്യണം. ചോദിച്ചേക്കുന്നത് 15% ലാഭം കിട്ടണമെങ്കിൽ എത്രയ്ക്ക് വിൽക്കണമായിരുന്നു ചോദിച്ചേക്കുന്നത്. അതായത് 15% കയറ്റി വിൽക്കണം. അതായത് കോസ്റ്റിനേക്കാളും 15% കയറ്റി വിൽക്കണം. അപ്പോൾ ഇത് ഇൻറ്റു 115%. അപ്പോൾ ഇൻറ്റു 115%. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നോക്കി, പെർസെൻറ്റേജും പോയി. ഇവിടെ 5 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 17. കാരണം 17 5 85. ഇവിടെ 5 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 2 10 3. 17 മേളിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഒരു 17 1 1100 ഈക്വൽ ടു എത്ര കിട്ടും? 11 × 23 ചെയ്ത് കഴിഞ്ഞാൽ 253 കിട്ടും. പിന്നെ 2 0. അപ്പോൾ 25,300 വിൽക്കേണ്ടത്. ഓപ്ഷൻ ഉണ്ടോ നോക്കി? ഉണ്ട്. ഓപ്ഷനെ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഒക്ടോബർ 2015 മോർ ദാൻ 350 ലാൻഡ്മാർക്സ് ഇൻ മോർ ദാൻ 90 കൺട്രീസ് വെർ ലിറ്റ് ബ്ലൂ. അതായത് 2015 ഒക്ടോബറിൽ 90 കൺട്രീസിൽ വരുന്ന 350 സ്ഥലങ്ങളിൽ ബ്ലൂ കളർ കത്തിച്ച് വെച്ചു, ലൈറ്റ് കത്തിച്ച് വെച്ചു. ദ ഒഫീഷ്യൽ കളർ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. അതായത് ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻ്റെ ഒഫീഷ്യൽ കളറായിരുന്നു. അപ്പോൾ അന്ന് എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചേക്കുന്നത്? എന്തായിരുന്നു അറിയാമോ? നമ്മുടെ യുണൈറ്റഡ് നേഷൻ്റെ 70ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. ഈ ക്വസ്റ്റിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? നമ്മുടെ ഓപ്ഷൻസിലെല്ലാം യുണൈറ്റഡ് നേഷൻസ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രാമത്തെ ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ എഴുതാം. ഈ യുണൈറ്റഡ് നേഷൻസ് നിലവിൽ എന്നാ 24th ഒക്ടോബർ 1945. അപ്പോൾ 2015 സംഭവം നടക്കുന്നത്. അപ്പോൾ 1945 തൊട്ട് 2015 വരെ എത്ര വർഷമുണ്ട്? 70 വർഷമില്ലേ? അതുകൊണ്ട് 70th ആനിവേഴ്സറി. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ലോഞ്ച്ഡ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ ജിയോസ്പേസ് സാറ്റലൈറ്റ് ദ ഗവഫൻ-4? അതായത് ഗവഫൻ-4 എന്ന് പറയുന്ന ഒരു ജിയോസ്പേസ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത കൺട്രി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്.
ഈ ജിയോസ്പേസ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോ ഓർബിറ്റ് സാറ്റലൈറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഈ മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവൈലൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റുകളാണ് ഈ ജിയോസ്പേസ് സാറ്റലൈറ്റ്. ഇതിപ്പോൾ ഏത് കൺട്രിയുടെയാണെന്ന് അറിയാമോ? ചൈനയുടെയാണ്. ഇതുപോലെ നമുക്കുണ്ട് സർവൈലൻസ് സാറ്റലൈറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ജൂലൈയിലാണെന്ന് തോന്നുന്നു, നമ്മളൊരു ഇലക്ട്രോണിക് സർവൈലൻസ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. അതിൻ്റെ പേര് എമിസാറ്റ് എന്നാണ്. എമിസാറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ അനാലോജി. അത് റിലേഷൻ മനസ്സിലാക്കുക, എന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഓക്കെ, 3 11 അതുപോലെ 7 എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി 3 + 8 ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടും. 7 + 8 ചെയ്ത് കഴിഞ്ഞാൽ 15. അതിവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതല്ല. ഇനി നോക്കി 3 × 4 - 1 12 1 11. അതുപോലെ 7 × 4 - 1 ചെയ്താൽ 28 1 27. അതിവിടെ ഇല്ല. അപ്പോൾ അതുമല്ല. ഇനി നോക്കി 3യുടെ സ്ക്വയർ 3 × 9. അതിൻ്റെ ഒപ്പം 2 കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടും. അതുപോലെ 7യുടെ സ്ക്വയർ എടുത്ത് 49. 49നൊപ്പം 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 51. അതിവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതായിരിക്കണം അതിൻ്റെ റിലേഷൻ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയും ചോദ്യങ്ങളുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ.